യൂറോപ്പിൽ വലതുപക്ഷത്തേക്ക് കാറ്റാഞ്ഞടിക്കുന്നു എന്ന് പ്രവചിച്ചവർക്ക് തെറ്റി. യൂറോപ്പിലെ രണ്ട് പ്രധാന രാജ്യങ്ങൾ UK-യും അതുപോലെ ഫ്രാൻസും ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. UK-യിൽ 14 വർഷമായി ഭരണം നടത്തുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. മോഡി ആശംസിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഋഷി സുനക് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ അവിടുത്തെ പ്രധാനമന്ത്രി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. വലിയ തോൽവി ഉണ്ടായിരിക്കുന്നു. അവിടെ ജനാധിപത്യ പക്ഷക്കാർ അല്ലെങ്കിൽ ലേബർ പാർട്ടി വലിയ വിജയം നേടിയിരിക്കുന്നു. ലേബർ പാർട്ടിയുടെ വിജയം തീർച്ചയായും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കൺസർവേറ്റീവുകളെ അപേക്ഷിച്ച് ലേബർ പാർട്ടി ലോകത്തിന് നല്ലതാണ്, യൂറോപ്പിന് നല്ലതാണ്, ഇന്ത്യക്കും നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സമാനമായ ഒരു സംഗതിയാണ് ഫ്രാൻസിലുണ്ടായത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പും ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പും തമ്മിൽ ചില താരതമ്യങ്ങൾ സാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അവിടെ തീവ്ര വലതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഒരു ഘട്ടത്തിൽ തീവ്ര വലതുപക്ഷം ഒന്നാം ഘട്ടത്തിൽ, അവിടെ 2-3 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒന്നാം ഘട്ടത്തിൽ തീവ്ര വലതുപക്ഷം ഏറ്റവും വലിയ കക്ഷിയായി വന്നുവെങ്കിൽ പോലും അവിടെ ഡെമോക്രാറ്റുകളും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഗ്രീൻ പാർട്ടിയും പരസ്പര ധാരണയോടെ മത്സരിച്ച് സാധ്യത, ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യത ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതും വളരെ സന്തോഷകരമാണ്. തീർച്ചയായും വിജയിച്ച മുന്നണിയിൽ തർക്കങ്ങൾ ഉണ്ടാവാം. അവിടുത്തെ മാക്രോണിന്റെ പാർട്ടിയുണ്ട്, പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ഗ്രീൻ ഉണ്ട്. ഇവർ തമ്മിലൊക്കെ സംഘർഷമുണ്ടാകും. ഇവരെല്ലാവരും യോജിച്ചു നിന്നാൽ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ. പക്ഷെ ഇവരിൽ ആരും ലാപ്പൻ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിലെ ഈ മുന്നണി, നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് സമാനമായി അവരുണ്ടാക്കിയ ഒരു മുന്നണി, അവിടെ വിജയം വരിക്കുകയാണ് ഉണ്ടായത്. ആ വിജയത്തിൽ തീർച്ചയായും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെയും തീവ്ര വലതുപക്ഷം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ വേണം നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കാണാൻ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വലിയൊരു സംഘർഷ ഘട്ടത്തിലാണ്. കാരണം നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡനും പഴയ പ്രസിഡന്റ്, തോറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് മത്സരം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ജോർജ് ബൈഡൻ തന്നെ വരും എന്നും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് തന്നെ ഉണ്ടാകുമെന്നും ഏതാണ്ട് ഉറപ്പായൊരു ഘട്ടമാണ്. പക്ഷേ പ്രശ്നം ഗുരുതരമാണ്. കാരണം ട്രംപ് 78 വയസ്സായെങ്കിൽ അതിനേക്കാൾ 3 വയസ്സ് മേലെയാണ് ബൈഡൻ എന്നതാണ് ഒരു കാര്യം. ബൈഡൻ പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും നടന്നു കയറാൻ കഴിയുന്നില്ല, പലതും മറന്നു പോകുന്നു, പലതും തെറ്റിപ്പോകുന്നു എന്നൊക്കെയുള്ള ശക്തമായ ആരോപണങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഡെമോക്രാറ്റുകളിൽ തന്നെ നല്ലൊരു പക്ഷം, പഴയ സ്പീക്കർ നാൻസി പെലോസി എന്ന സ്പീക്കർ അടക്കം ഇപ്പോൾ പറയുന്നത് ട്രംപിന് എതിരായി ജയിക്കാൻ ബൈഡന് കഴിയാൻ സാധ്യതയില്ല എന്നാണ്. അവിടെ ഡെമോക്രാറ്റുകൾക്ക് വിജയം ഉറപ്പായി കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ബൈഡന്റെ വ്യക്തിപരമായ ദോഷങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ അതിന്റെ കുറവുകൾ ഒരുപക്ഷെ ട്രംപിന് അനുകൂലമായി മാറ്റിയേക്കാം എന്നൊരു ധാരണ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബൈഡൻ പിന്മാറുകയും മറ്റൊരാളെ, അതിൽ പറയുന്ന ഒരു പേർ വളരെ രസകരമായൊരു പേരാണ്, അത് മിഷേൽ ഒബാമയുടെ പേരാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമയോടൊപ്പം 8 വർഷം അവിടെ വൈറ്റ് ഹൗസിൽ ജീവിക്കുകയും ലോകത്തിന് മുഴുവൻ ആരാധ്യയായ, അവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്കല്ല, ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു സാമൂഹ്യ സേവനം നടത്തുന്ന ആൾ എന്ന അർത്ഥത്തിലും അമേരിക്കയിൽ വളരെ പ്രസിദ്ധയാണ്. അവരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയായാൽ ട്രംപിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയുണ്ടാവും. പക്ഷേ ബൈഡൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപും ബൈഡനുമായുള്ള തർക്കത്തിൽ, സംവാദത്തിൽ അവിടെ അങ്ങനെയാണ്, നേരിട്ടുള്ള സംവാദമുണ്ടാവും. ബൈഡന് എതിരായിട്ടാണ് ജനങ്ങളുടെ നിലപാട് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അമേരിക്ക ഒരിക്കലും ട്രംപിന്റെ കീഴിലേക്ക് പോകാൻ പാടില്ല. കാരണം ട്രംപ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യത്തെ നിഷേധിക്കുന്ന ആളാണ്. ജയിക്കാൻ വേണ്ടി എന്തു ചെയ്യുന്ന ആളാണ്. നിരവധി അഴിമതി ആരോപണങ്ങളും മറ്റ് കേസുകളുമുള്ള ആളാണ്.
പക്ഷേ ട്രംപിനെ ജയിപ്പിക്കാൻ അവിടുത്തെ വലിയ ഒരു സംഘം തയ്യാറായി നിൽക്കുന്നു എന്നതൊരു രഹസ്യമല്ല. ട്രംപും ബൈഡനും തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം എന്തായാലും ഡെമോക്രാറ്റുകൾക്ക് ഉള്ളത്ര കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ നടക്കാൻ പോകുന്നത് അവിടുത്തെ കമലയുമായി ട്രംപിന്റെ സംവാദമാണ്. വൈസ് പ്രസിഡന്റുമായി ട്രംപിന്റെ സംവാദമാണ്. കമല ഹാരിസ് എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമുക്കറിയില്ല. അതുകൂടി പരാജയപ്പെട്ടാൽ ജോ ബൈഡന് അധിക കാലം മുമ്പോട്ട് പോകാനാവില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകാം. നവംബറിലാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അമേരിക്കയിൽ വളരെ മാസങ്ങൾ, ചിലപ്പോൾ വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. പ്രൈമറികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികൾ, ഓരോ പാർട്ടിയും അവരുടെ പ്രൈമറിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ അവർക്ക് പിന്തുണ കൊടുക്കണം. അങ്ങനെ അമേരിക്കയിലെ 51 സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെയാണ് ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇവിടെ ബൈഡൻ അത് കിട്ടിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ ബൈഡന്റെ കാര്യം അത്ര സുഖകരമല്ല. ഒരുപക്ഷെ ഒരു കറുത്ത കുതിര എന്ന അർത്ഥത്തിൽ മിഷേൽ ഒബാമ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിലെ ചില അമേരിക്കൻ നടപടികളുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അമേരിക്ക ഇസ്രായേലിൽ നടത്തുന്ന ഇടപെടലുകൾ, ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന ഇടപെടലുകൾ, ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുടെ പിൻബലത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കെതിരായി അമേരിക്കയിൽ തന്നെ ശക്തമായ വികാരമുണ്ട്. അത് തണുപ്പിക്കുന്നതിന് ചില നടപടികൾ, സൈന്യത്തെ അയക്കൽ പോലെയുള്ള നടപടികൾ അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോകും? കാരണം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പറഞ്ഞതാണ് ഞങ്ങൾ ഗാസ ഇല്ലാതാക്കും, ഫലസ്തീൻ ഇല്ലാതാക്കുമെന്ന്. ഇത്രയും കാലമായിട്ടും അതൊന്നും കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൊന്നൊടുക്കാനാണ് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇസ്രായേൽ ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മാറണം എന്ന നിലപാട് എടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ജോ ബൈഡനാണ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംഭവ വികാസം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഫലമാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് കൂടി അതിൽ ഒരു കാലത്തും ട്രംപ് ജയിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പോയി ട്രംപ് ജയിക്കണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറയുകയും അദ്ദേഹം ദയനീയമായി തോൽക്കുകയും ചെയ്തതാണ്. ഇത്തവണ കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ ഒന്ന് ആശംസിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് നന്നായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്.